ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. ഇന്ന് നമ്മൾ പഞ്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ട്രഡീഷണൽ രീതിയിൽ നിന്ന് അല്പം മാറിയിട്ട് നമ്മൾ ഒരു പ്രാക്ടിക്കാലിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറയാൻ കാര്യം, സാധാരണ ഇതിൽ കൈകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളെ കുറിച്ച് ആണെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അതുപോലെ ഒരു അടിപിടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും കൈവച്ച് ഉന്തലും തള്ളലും അതുപോലെ പിടിച്ചു മറിഞ്ഞ് വീഴുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും കൈകളായിരിക്കും ഉപയോഗിക്കുന്നത്. ലെഗിലേക്ക് അധികം സാധാരണക്കാരധികം പോകാറില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പഞ്ച് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് അത്തരം സാഹചര്യങ്ങളിലേക്ക് നമുക്ക് കൈകൾ എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു പാറ്റേണിലാണ് നമ്മൾ പഞ്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്കും ഇത് ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ആക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ ആ ഒരു ഫൈറ്റിന്റെ പൊസിഷനിലേക്ക് വരിക. ഒരു കാല് മുന്നിലും ഒരു കാല് പുറകിലുമായിട്ട്, കൈകൾ ഇതുപോലെ ഫേസിലേക്ക് ഇവിടെ ഗാർഡ് ചെയ്യുക. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ പഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡിൽ ഇതുപോലെ ഇവിടെ നിന്ന് ഒരു പഞ്ച് ചെയ്യാം, 1. നെക്സ്റ്റ് അടുത്ത പഞ്ച് ചെയ്യുന്ന സമയത്ത് 2, ഇവിടെയല്ല 2. ഈ പഞ്ച് ഇതിനെ കവർ ചെയ്ത് ബോഡി ഒന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട്, നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പഞ്ചിന്റെ ഒരു പൊസിഷൻ, അതുപോലെ ബോഡി ഒന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പഞ്ചിന്റെ കാലം ലെങ്ത് കൂടുന്ന രീതിയിൽ. അപ്പം ഈ ഒരു സ്റ്റൈലിൽ ഫസ്റ്റ് ടൈം ഒന്ന് പഞ്ച് ചെയ്യാം, 1 2. പഞ്ച് ചെയ്യുമ്പോൾ നല്ല ഫോഴ്സ് കൊടുക്കുക, 1 2 1 2. ഈ ഒരു പഞ്ച് ചെയ്ത് രണ്ട് സൈഡും ചേഞ്ച് ചെയ്ത് ഇതുപോലെ തന്നെ ചെയ്യാം. മാക്സിമം ഫോഴ്സ് കൊടുക്കുക. ഈ കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഫിസ്റ്റ് ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല പവർ കൊടുക്കുക. കാരണം നമ്മുടെ ഫിസ്റ്റിന് നല്ല ടൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സാധാരണ ഇതിൽ എന്തെങ്കിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിസ്റ്റ് ടൈറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനൊക്കെ പവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, നമ്മൾ പഞ്ച് കൊള്ളുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പം പഞ്ചിങ് കിറ്റ് അതുപോലെ തന്നെ ഈ പാഡുകൾ, ലെതർ പാഡുകൾ അതിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുഴപ്പമില്ല, കാരണം കൈക്ക് അത്രയും പെയിൻ ഉണ്ടാവില്ല. പക്ഷേ നേരെ മറിച്ച് അതൊരാളിലേക്ക് ചെല്ലുന്ന സമയത്ത് ചിലപ്പം ഏതെങ്കിലുമൊക്കെ ഒരു ബോണിലേക്ക് ആയിരിക്കും ചിലപ്പോൾ ഈ കൈ ടച്ച് ആവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഫിസ്റ്റ് ടൈറ്റ് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇഞ്ചുറി ഉണ്ടാകും. കാരണം ഫിസ്റ്റിലേക്കൊക്കെ ഈ ഫിംഗറിലേക്കൊക്കെ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ ഒരു ജോയിൻസിനൊക്കെ പെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും അതിന് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഫിസ്റ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഇതിനുള്ളിൽ എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് പോലുള്ള ഒരു ഐറ്റം ഉണ്ടെന്ന് വിചാരിക്കുക, അത് നമ്മൾ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഒടിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ അങ്ങനെ ഫിസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഈ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് വേണം പഞ്ച് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് സ്ട്രൈറ്റ് പഞ്ച് ചെയ്ത് ഇനി സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് വെക്കാം. നമ്മൾ സൈഡ് ഫിസ്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇതുപോലെ കൈ ഇതുപോലെ ഒന്ന് ഒരു റൊട്ടേഷനിലാണ് വരുന്നത്, റൗണ്ട് ആംഗിളിൽ ഒരു റൗണ്ട് ഓഫ് ആയിട്ടാണ് വരുന്നത്. അപ്പം അതൊന്ന് നോക്കാം. സെയിം ഇതേ പൊസിഷനിൽ വെക്കുക. ഇവിടെ നിന്ന് ഒരു പഞ്ച് ചെയ്യുക. ഓക്കെ, 1 2 1 2 1 2. ടൈറ്റ് ചെയ്യുക, 1 2 1 2. സെയിം ഓപ്പോസിറ്റ്. ഓക്കെ, 1 2 2 1 2. നല്ല ഫോഴ്സ് കൊടുക്കുക, 1 2. അപ്പോൾ ഈ പഞ്ചിൻ്റെ കൂടെ നമുക്കൊരു ഹുക്ക് പഞ്ച് കൂടി ചേർക്കാം, ചിന്നിലേക്ക് വരുന്ന രീതിയിൽ, ഫേസിലേക്ക് ഹുക്ക് ചെയ്യുന്ന രീതിയിൽ. അപ്പം അതൊന്ന് ചെയ്ത് നോക്കാം. 1 2 3 4 1 2 3 4. അപ്പം ഫസ്റ്റ് സ്ട്രൈറ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 1 2 3 4 1 2 3 4. അപ്പോൾ ഈ പഞ്ചിലേക്ക് നമ്മുടെ ബോഡിയുടെ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് കൂടി കൊടുക്കാം. നമുക്ക് ഒരാളിലേക്ക് അടുക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൂടി കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 1 2 1 2 3 4. സെയിം ഇതുപോലെ തന്നെ ബാക്ക് ഫിസ്റ്റ് ടേൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അത് ചെയ്യുന്ന സമയത്ത് ഓക്കെ, 1 2. സെയിം 1 2 3. ഇത് ഫേസിലേക്ക് റൗണ്ട് ചെയ്യുക. ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലെഗ് ഒരു സ്റ്റെപ്പ് കയറ്റി വെക്കുക. ഈ പഞ്ച് ചെയ്യുന്നതോടൊപ്പം ഒരു സ്റ്റെപ്പ് കയറ്റി വെക്കുക. ബോഡി ടേൺ ചെയ്യുക. അടുത്ത ലെഗ് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ കൈ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഫേസിലേക്ക് ഇതുപോലെ ഫുള്ളായിട്ട്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് 1 2 3 4. ഇതുപോലെ ഇത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ ഒരു പഞ്ചിലേക്ക് നമ്മുടെ എൽബോൻ്റെ ഒരു സ്ട്രൈക്ക് കൂടി, എൽബോൻ്റെ ഒരു അറ്റാക്ക് കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. പഞ്ച് ചെയ്യുന്ന സമയത്ത് ഓക്കെ, 1 2 ഓക്കെ 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പോൾ നമുക്കിനി
തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു പഞ്ചിന് നമ്മൾ ഈ അറ്റാക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയറി പോകുന്ന അറ്റാക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് തിരിച്ചും പഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ആ പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് കൈവച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് കൗണ്ടർ പഞ്ചിലേക്ക് വരുന്ന ആ ഒരു രീതി കൂടി നമുക്ക് നോക്കാം. നമ്മൾ ഓപ്പണൻ്റായിട്ട് നമ്മൾ അറ്റാക്കിന് റെഡി ആയിട്ടാണ് നിൽക്കുന്ന പൊസിഷനിലൊക്കെ നമ്മൾ ജസ്റ്റ് പഞ്ച് ചെയ്യുന്നു, ബോഡി മൂവ് ചെയ്യുന്നു. അപ്പം തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ഫേസിലേക്ക് വരുന്ന ഒരു പഞ്ചിനെ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഈ ഒരു പാർട്ട് റിസ്റ്റിലേക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് തിരിച്ചൊന്ന് പഞ്ച് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു മൂവ്മെന്റ് നോക്കാം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഫേസിലേക്ക് പഞ്ച് വരുന്നു, ആ പഞ്ചിന് ജസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് തിരിച്ച് ഫേസിലേക്ക് ഓപ്പണിൻ്റെ ഫേസിലേക്ക് തിരിച്ച് പഞ്ചടിക്കും. അപ്പോൾ വരുന്ന സമയത്ത് പഞ്ചിന് ഈ ഒരു പാർട്ട് കൊണ്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഈ ഒരു പാർട്ട് കൊണ്ട് കട്ട് ചെയ്യാം. 1 2 തിരിച്ച് ഫേസിലേക്ക് പഞ്ച് ചെയ്യുന്ന രീതി അതുപോലെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിനി ഓപ്പണിൻ്റെ ഫേസിലേക്ക് ഉള്ളിലേക്ക് കയറുന്ന ഒരു മൂവ്മെന്റ്, ഒരു ബോഡിക്ക് ഒരു ചെറിയൊരു ജമ്പിങ് കൊടുത്തുകൊണ്ട് അകത്തേക്ക് കയറുന്ന ഒരു പഞ്ച് കൂടി ചെയ്യാം. അപ്പോൾ ആ ഒരു മൂവ്മെന്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം വരുന്ന പഞ്ച് ചെയ്യുന്ന സമയത്ത് 1 2 ഈ ഒരു മൂവ്മെന്റ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഫേസിലേക്ക് കയറിക്കൊണ്ട് ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ഇവിടുന്ന് ജസ്റ്റ് ബോഡിക്ക് ചെറിയൊരു ജമ്പിങ് കൊടുക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ പഞ്ച് ഫുൾ ബാക്ക് അതുപോലെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അതൊരു 10 മിനിറ്റ് ഒക്കെ ചെയ്ത് തുടങ്ങുക. പിന്നെ അതിനുശേഷം നിങ്ങൾ പ്രാക്ടീസ് വരുന്നതോറും കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും സമയത്തിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ കുറച്ചുകൂടി കൂട്ടി കൊടുക്കുക. ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നതാണ്. ഏതെങ്കിലുമൊക്കെ ഒരു ക്രിട്ടിക്കൽ സാഹചര്യത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് ഈ പഞ്ചസ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.